ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ. അപ്പോൾ നമ്മൾ ഇന്നിവിടെ വയ്ക്കാൻ പോകുന്നത് ഒരു നാടൻ മീൻകറിയാണ്. നല്ല കട്ടിയുള്ള ചാറോടുകൂടിയ ഒരു മീൻകറി. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് വറ്റയാണ് കേട്ടോ. വറ്റ മീനാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ നന്നായിട്ട് കട്ട് ചെയ്തിട്ടാണ് മേടിച്ചു കൊണ്ടുവന്നത്. പിന്നെ ഇതിലേക്ക് നമുക്ക് ഇത് വാഷ് ചെയ്തെടുക്കാനായിട്ട് കുറച്ച് ഉപ്പും മഞ്ഞളും ഇട്ട് നന്നായിട്ട് കൈ കൊണ്ട് നന്നായിട്ട് തിരുമ്മി ഇതിൻ്റെ ഉളുമ്പ് പോലുള്ള സംഭവങ്ങളൊക്കെ കളയണം. നമുക്ക് അതിന് നന്നായിട്ട് കഴുകിയെടുക്കാം. ഇപ്പം നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം, ഇതിൻ്റെ ഉളുമ്പൊക്കെ വന്ന് ഒരു സൈഡിൽ വന്നിട്ട് കണ്ടോ. ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കാം കേട്ടോ നമുക്ക്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് കുടംപുളി ഞാൻ 2-3 പീസ് ഇതുപോലെ വെള്ളത്തിലിട്ട് കുറച്ച് നേരം വച്ചിട്ട് നന്നായിട്ട് കഴുകി, അതിനൊരു കറ പോലുള്ള ഇതുണ്ട്. നമ്മൾ കഴുകി കഴിയുമ്പോൾ നമ്മുടെ കൈമ ഒരു കറുപ്പ് പോലെ വന്നിട്ടുണ്ടോ, അതതിൻ്റെ കറയാണ്. അത് നന്നായിട്ട് കഴുകി കളയണം. അല്ലെങ്കിൽ നമ്മൾ കറിയിലിട്ട് കഴിയുമ്പോൾ ഒരു ചവർപ്പ് പോലെ ഉണ്ടാവും. അത് കഴുകി കളഞ്ഞിട്ട് ഒരു അരമണിക്കൂർ നമുക്ക് ഈ പുളി നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് വെള്ളത്തിലിട്ട് വയ്ക്കണം. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത്, ഞാനിവിടെ കുറച്ച് വെളുത്തുള്ളി തൊലി കളഞ്ഞെടുത്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇഞ്ചി കട്ട് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ തക്കാളി 2 എടുത്തിട്ടുണ്ട്. സബോള ഇതൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കാം. അതിലേക്ക് ഞാൻ ഒരു 2-3 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ ഒന്ന് നന്നായിട്ട് മൂത്ത് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അതിലേക്ക് ഉലുവ ഇട്ട് കൊടുത്തു. ഉലുവ എന്തിനാ ഇടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില മീനിന് കറിയിലിട്ട് കഴിയുമ്പോൾ ഒരു സ്മെല്ലുണ്ടാവും. അപ്പോൾ അതെല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പോൾ നമുക്ക് ഉലുവയും കൂടി ഇട്ട് കൊടുത്ത് കടുകും ഇട്ട് കൊടുത്ത് നന്നായിട്ട് പൊട്ടി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, സബോള, തക്കാളി, കറിവേപ്പില ഇതൊക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ്. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ. അപ്പോൾ അതിൻ്റെ അടുത്തൊരു ബെല്ലൈക്കൺ വരും. അതിൽ ഓൾ എന്ന ഓപ്ഷനിലും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താലാണ് ഞാനിടുന്ന വീഡിയോസൊക്കെ അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. ഞാനിതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ. ഉപ്പ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് വഴണ്ട് കിട്ടും സവോളയൊക്കെ. അതിൻ്റെ പച്ചപ്പൊക്കെ ഒന്ന് മാറി കഴിഞ്ഞപ്പോൾ ഞാൻ കറിവേപ്പില ഇട്ട് കൊടുത്തു. കറിവേപ്പില ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്തു. അത് കഴിഞ്ഞ് ഞാനൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. ഇനി നമുക്കിതിലേക്ക് ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടിയാണ്. നമ്മുടെ കറിയിലേക്ക് ആവശ്യത്തിനുള്ള എരിവിനുള്ള മുളക് പൊടി നമുക്കിവിടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ ആട്ടോ ഇട്ട് കൊടുത്തത്. പിന്നെ നമ്മുടെ കറിക്ക് നല്ലൊരു കളറും കൂടി ഉണ്ടാവാനായിട്ട് ഞാനിവിടെ കാശ്മീരി ചില്ലി ഒരു 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. കാശ്മീരി ചില്ലിക്ക് ഒരുപാട് എരിവില്ല. ഇനി നമ്മൾ ഇവിടെ ഇട്ട് കൊടുത്ത പൊടികളുടെയൊക്കെ പച്ചപ്പൊന്ന് മാറാനായിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ചൂടാറി കഴിയുമ്പോൾ നമുക്കിത് ഒരു മിക്സിയുടെ ജാറിലിട്ട് ഒരല്പം വെള്ളവും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് ഫൈനായിട്ട് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ മീൻ കറിയിലേക്ക് ആവശ്യത്തിനുള്ള മസാലയൊക്കെ നന്നായിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ഇട്ട് കൊടുത്ത സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് അരഞ്ഞു കിട്ടണം കേട്ടോ. നമ്മുടെ മസാല നമുക്കിവിടെ മാറ്റി വയ്ക്കാം. ഇനി ഞാനിവിടെ ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. മൺചട്ടിയിൽ വയ്ക്കുകയാണെങ്കിൽ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഇനി ഞാൻ അതിലേക്ക് 2-4 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. പിന്നെ അതിലേക്ക് നമ്മൾ ഇട്ട് കൊടുത്തത് പച്ചമുളക് നീളത്തിൽ കീറിയിട്ട് കൊടുത്തു. പിന്നെ കറിവേപ്പില അതിൻ്റെ തണ്ടോട് കൂടി ഒരു 2 പീസായിട്ട് കട്ട് ചെയ്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി നമുക്കതൊന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വന്നു കഴിഞ്ഞപ്പോൾ നമുക്കതിലേക്ക് നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ള കുടംപുളി മാത്രമായിട്ട് ഇട്ട് കൊടുക്കുക. വെള്ളം കളയരുത് കേട്ടോ. നമ്മൾ ഇട്ട് വെച്ചിരുന്ന വെള്ളം കളയരുത്, അതവിടെ മാറ്റി വയ്ക്കണം. ഇനി നമ്മൾ ഇതൊക്കെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ചേർത്ത് കൊടുത്ത കുടംപുളിയുടെ കളറ് എണ്ണയിലേക്കൊക്കെ ഒന്ന് ഇറങ്ങി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കിനി നമ്മൾ എടുത്ത് വെച്ച മസാല അതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. മസാല ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് മൂപ്പിച്ചെടുക്കണം.
ഇനി ഇതിലേക്ക് വെള്ളം എത്ര വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് കറിക്ക് ചാറ് എത്ര വേണമെന്ന് വെച്ചാൽ അതനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഈ ഒരു സമയത്ത് കറിയിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി, എരിവ് കുറവ് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി എരിവൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കളറ് കുറച്ച് കുറവ് പോലെ തോന്നിയപ്പോൾ ഞാൻ കുറച്ച് കാശ്മീരി ചില്ലി ഇട്ട് കൊടുത്തു. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. നമ്മൾ അരച്ചെടുത്ത ആ ജാറില്ലേ, മസാല അരച്ചെടുത്ത ആ ജാറിലേക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളം കേട്ടോ ഒഴിച്ചു കൊടുക്കേണ്ടത്. പിന്നെ ഒഴിച്ചു കൊടുക്കുമ്പോൾ പ്രത്യേകം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ചാറിൽ ഉപ്പുണ്ടോ എന്നൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പൊക്കെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി കുറച്ച് ഉപ്പിൻ്റെ കുറവ് പോലെ തോന്നി, അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുത്തു. ഇനി നമ്മൾ മാറ്റി വെച്ച കുടംപുളി വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നില്ലേ, കുടംപുളി കേട്ടോ നേരത്തെ ഇട്ട് കൊടുത്തോളൂ. അപ്പോൾ അതും കൂടി ആ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തു. ഒരു 2 മിനിറ്റ് നന്നായിട്ട് തിളയ്ക്കുന്ന വരെ മൂടി വെച്ചു. ഇപ്പോൾ നമ്മുടെ ചാറൊക്കെ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചാൽ ആ മീനും കൂടി അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് മീനൊക്കെ ഒന്ന് ചാറിലേക്ക് മുങ്ങി കിടക്കാൻ പാകത്തിനൊന്ന് ആക്കി വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു 5 മിനിറ്റ് വേണ്ട, ഒരു 3 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് മീനൊന്ന് വെന്ത് കിട്ടാനായിട്ടൊന്ന് മൂടി വയ്ക്കാം. ഇപ്പോൾ 3 മിനിറ്റ് കഴിഞ്ഞു. നമ്മുടെ മീനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ കറിയൊക്കെ ഒന്ന് തിളച്ച് വരുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് മീനൊക്കെ ഉടഞ്ഞു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ ചൊറുക്ക ചേർത്ത് കൊടുക്കാം. നല്ല നാടൻ ചൊറുക്ക കേട്ടോ ഞാനിവിടെ ചേർത്ത് കൊടുത്തത്. ഇനി നമുക്ക് മീൻ ഉടഞ്ഞു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇളക്കി കൊടുക്കരുത്. ഇതുപോലെ ഒരു തുണി വെച്ച് പിടിച്ചിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ഒരുപാട് നേരം വറ്റിക്കേണ്ട കേട്ടോ, നമ്മൾ പേസ്റ്റായിട്ട് ചേർത്തതെല്ലാനും, അതുകൊണ്ട് വറ്റിക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിതിലേക്ക് ഒരു 2-3 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ലാസ്റ്റായി കഴിയുമ്പോൾ. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഈ കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് കറിക്കൊക്കെ നല്ലൊരു കളർ വരും. അപ്പോൾ നമ്മുടെ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കറി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും നല്ലൊരു വിഭവവുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.